കേൾക്കുന്നില്ല. ഓക്കെ 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 അടുത്ത ഒരാൾ. യെസ്, അടുത്ത ഒരാൾ. ആ സിനാൻ സാർ, ഞാൻ ഓഡിയബിൾ ആണോ? ആ ഓഡബിൾ ആണ്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് റിയലി പ്രൗഡ് ഓഫ് യു സാർ. താങ്ക് യു. എല്ലാ കാര്യം കൊണ്ടും കേട്ടോ. സാറ് നന്നായിട്ട് ഞങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്. സാറ് ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് ഇതിന്റെ പിന്നിലെന്ന് ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സാറിന്റെ ജീവിതത്തിലുള്ള ഇതൊക്കെ നമുക്ക് സമയം ഒരുപാട് നീണ്ടുപോകുന്നുണ്ടെങ്കിലും സാറിന്റെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോ നമുക്ക് ഒരുപാട് പ്രചോദനമാണ് അത്. കൂടുതല് ഇതില് മുന്നേ ആരോ പറഞ്ഞ് സംസാരിക്കുമ്പോ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എടുക്കണം എന്നില്ല, അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് തന്നെയാണ്. അതിനുള്ള ഒരു ധൈര്യം സാറിന്റെ ഓരോ വാക്കുകളിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയും ടൈമാണ് നമ്മുടെ മീറ്റിംഗ് വെച്ചെങ്കിൽ അത്രയും ടൈം എടുക്കുന്നത് അറിയുന്നില്ല. സാറിന്റെ വാക്കുകളിൽ അങ്ങനെ മുഴുകിയിരിക്കുന്നോണ്ട് സമയം പോകുന്നതേ അറിയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇപ്പൊ 3ാമത്തെ മീറ്റിംഗിലൂടെ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്തു കേട്ടോ സാറ്. താങ്ക് യു സാർ. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, കഴിഞ്ഞ മീറ്റിംഗിൽ വന്നവരും കഴിഞ്ഞ സെഷനിൽ വന്നവരടക്കം പോയിന്റുകൾ മാറ്റി മാറ്റി, അത് ഒരു അധ്യാപകന്റെ റോളാണ്. ഒരേ ക്ലാസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അധ്യാപകർ ശോഭിക്കാൻ പറ്റില്ലല്ലോ. ഇന്നെനിക്ക് ലിങ്ക് കിട്ടിയിട്ടില്ലായിരുന്നു സാർ. 2:30 ആയിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. കഴിഞ്ഞ ഇതിന്റെ അഡ്മിഷനുള്ള അത് പൂരിപ്പിച്ച് കൊടുക്കാനുള്ളത് വരെ കിട്ടിയിരുന്നു, വെബിനാറിൽ പങ്കെടുക്കാനുള്ള. പക്ഷെ മീറ്റിങ്ങിനുള്ള ലിങ്ക് കിട്ടിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും മിസ് അനിത നായർ. യെസ്, മിസ് അനിത നായർ കേൾക്കുന്നില്ല. അനിത മാം മ്യൂട്ടാണ്. മ്യൂട്ട്. കേൾക്കുന്നില്ല. റേഞ്ച് പ്രോബ്ലം. ഓക്കെ ഓക്കെ. ഇതൊന്നും മ്യൂട്ട് ഒന്ന് അൺമ്യൂട്ട് ആക്കിയാൽ. ഓക്കെ, കേൾക്കാത്തത് ഒരു ചെറിയ വിഷയമാണ്. ഓക്കെ, ഇനി ആരെങ്കിലും ഒരാള് ഒന്ന് നന്ദി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരാൾ ആരെങ്കിലും നന്ദി പറഞ്ഞിട്ട്, പങ്കെടുത്ത എല്ലാവർക്കും കേട്ടോ, പങ്കെടുത്ത എല്ലാവർക്കും ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആരെങ്കിലും ഒരാള്? യെസ്, അവരൊരു ഇവാലുവേഷനും നടത്തിയിട്ട് ഒരു നന്ദി അറിയിക്കുക. യെസ്, മുംതാസ്. ആ വന്നോളൂ. യെസ് യെസ്. തസ്രീനയ്ക്ക് ഒരു ചോദ്യം ചോദിക്കണമെന്ന്. ചോദിച്ചോളൂ മോളൂ തസ്രീന. ഹായ് സർ. ഞാൻ ആദ്യം BA പൊളിറ്റിക്കൽ സയൻസിന് അഡ്മിഷൻ എടുത്തിരുന്നു. അത് ക്യാൻസൽ ചെയ്തിട്ട് BA ഇംഗ്ലീഷ് ഓണേഴ്സിനാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. അപ്പൊ ക്യാൻസൽ ആക്കിയ ഇത് കൺഫർമേഷൻ മെയിൽ വരുമോ എന്നറിയാൻ വേണ്ടി അതാണ്. പിന്നെ നമ്മൾ തമ്മിൽ ഇത് വാട്സപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. വാട്സപ്പിൽ ഇന്ന് നമുക്ക് അതിന് ഒരു തീരുമാനം എത്താം കേട്ടോ. ഓക്കെ സർ. ഓക്കെ 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 ഓക്കെ. ശരി മോൾ, എന്തെങ്കിലും ഇതിലെ മീറ്റിങ്ങിനെ പറ്റി എന്തെങ്കിലും പറയുന്നെങ്കിൽ പറഞ്ഞോളൂ. മീറ്റിങ്ങിനെ പറ്റി പറയാനുള്ളത് എന്ന് വെച്ചാൽ, സാറിന് ഈ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് പറയാം. ബട്ട് സാർ അങ്ങനെയല്ല, ഞങ്ങളിൽ നിന്ന് തന്നെ അത് പറയിപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര, ഞങ്ങളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളിൽ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാസർഗോഡ് അല്ലേ? കർണാടക. നമ്മള് 1302 അല്ലേ സ്റ്റഡി സെന്റർ, മാംഗ്ലൂർ. അതെ അതെ, മംഗലാപുരം. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ മോളു, നമുക്ക് ഇന്നത് ഫൈനലൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് നന്ദി അറിയിക്കാൻ വേണ്ടി നേരത്തെ മുംതാസിനെ ക്ഷണിച്ചു. ഓക്കെ മുംതാസ് പറഞ്ഞോളൂ. മൈക്ക്, ഇതൊക്കെ നമ്മൾ പരിചയപ്പെടണം കേട്ടോ. ഈ ടൂളുകളൊക്കെ പരിചയപ്പെടണം. മ്യൂട്ടാണ്, ഓൺ ആക്കിയിട്ടില്ല. ഇപ്പൊ ഓക്കെ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. മ്യൂട്ടാണ്. പറഞ്ഞോളൂ. മ്യൂട്ടാണ്. മ്യൂട്ട്.
നിർബന്ധമായി ഇതൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, വേറെ ആരെങ്കിലും ഒരാൾ വന്നാൽ യെസ് മിസ് അനിത. സർ നമസ്കാരം സർ, കേൾക്കാമോ സർ? വന്നോളൂ. ഓക്കെ സർ, ഞാൻ CPY പ്രോഗ്രാമിനാണ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു 35 വർഷം കഴിഞ്ഞു ഞാൻ പഠനമെല്ലാം ഉപേക്ഷിച്ചിട്ട്. എന്റെ 55 വയസ്സിലാണ് ഞാൻ CPY പഠിക്കാൻ തുടങ്ങാൻ പോകുന്നത്. അതൊരു സന്തോഷം. ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരു യോഗ ഒരു പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു കോഴ്സ് ചെയ്യാൻ പറ്റും. അല്ല സർ, ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത്. അപ്പോ ഞാൻ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചപ്പോ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറഞ്ഞാൽ എന്റെ അടുത്താണ്. അവിടെ എത്തിയപ്പോഴും അവർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്തു തരാമെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ വേളാമ്പിനെ പോലെ കാത്തിരിക്കുകയാണ്. അതങ്ങ് തുടങ്ങും. പക്ഷെ ഇതുവരെ അവിടുന്ന് ഒരു അറിയിപ്പും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ സാറിന്റെ എന്നോട്സ് കാണാനിടയായത്. ശരിക്കും അതൊരു വലിയൊരു സഹായം. അതിന് നന്ദി എത്ര പറയണമെന്ന് എനിക്കറിയില്ല. അത് കണ്ടതോടുകൂടിയാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ കുറെ ടൈം വെറുതെ വേസ്റ്റ് ആക്കിയല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ തുടങ്ങുമ്പോഴത്തേനും വളരെ സന്തോഷം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. CPIയിൽ ആരെയും കണ്ടിട്ട് സാർ ഞാൻ അങ്ങനെ നോക്കുകയാണ് ആരെങ്കിലും ഗ്രൂപ്പിൽ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പൊ അത് ചെയ്തതിന് വളരെ സമയം ദീർഘിപ്പിക്കുന്നില്ല. വളരെ നന്ദി സാർ, നന്ദി. നല്ലൊരു ടീമുണ്ട് CPIക്ക്, നല്ലൊരു ടീമുണ്ട്. നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് യോഗം അവസാനിപ്പിക്കാം അല്ലേ? ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നു ഒരു സംശയം കൂടെ. സജിന? അതെ, നമ്മള് റീജിയണൽ സെന്ററും സ്റ്റഡി സെന്റർ റീജിയണൽ സെന്ററും ഉണ്ടല്ലോ, വരുന്നുണ്ടല്ലോ മെയിൽ വന്നപ്പോ. അതില് സ്റ്റേറ്റ് സെന്ററിലാണോ നമ്മൾ എവിടെയാണ് അസൈൻമെന്റ് ഒക്കെ കൊണ്ടുപോകേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് സ്റ്റഡി സെന്ററിലാണ്. സ്റ്റഡി സെന്ററുകളെ നിയന്ത്രിക്കേണ്ടത് റീജിയണൽ സെന്റർ ആണ്. റീജിയണൽ സെന്ററുകളെ നിയന്ത്രിക്കേണ്ടത് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഇതിലിപ്പോ എനിക്കിപ്പോ റീജിയണൽ സെന്റർ ആയിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂരാണ്. പക്ഷെ അത് ഒരുപാട് നേരെ തെറ്റി. നേരെ തിരിച്ചാണ് വേണ്ടത്. അറിഞ്ഞത് തെറ്റി, മനസ്സിലാക്കിയതിൽ തെറ്റി. മലപ്പുറം തൃശ്ശൂരും ഉണ്ട്. ഞാൻ മലപ്പുറത്താണ് താമസം. ഏതാണ് പ്രോഗ്രാം സജിന? BA PCH സ്റ്റഡി റീജിയണൽ സെന്റർ ഏതാ തന്നിരിക്കുന്നത്? വടകരയല്ലേ? റീജിയണല് വടകരല്ല, തൃശ്ശൂരാണ് കാണിക്കുന്നത്. ഒരിക്കലും അങ്ങനെ കാണൂല. പിന്നെ മലപ്പുറം മേൽമുറി ഒന്നുണ്ട്, അത് സ്റ്റഡി സെന്റർ. തൃശ്ശൂരിലുള്ളതും സ്റ്റഡി സെന്റർ. ഏറ്റവും അടുത്തുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ അസൈൻമെന്റ് കൊണ്ടുപോകും അല്ലെ? അല്ലല്ല, അലോട്ടഡ് സ്റ്റഡി സെന്ററിലേ കൊടുക്കാൻ പറ്റൂ. എന്തായാലും അടുത്ത മീറ്റിംഗിന്റെ ഒരു തമ്പനയിൽ ഇപ്പോ സജിന എനിക്ക് തന്നു. അടുത്ത മീറ്റിംഗിനുള്ള തീരുമാനമായി. നോ അവർ സ്റ്റഡി സെന്റർ ഇൻ വെൽ. കുളത്തിൽ കാണാനല്ല, കിണറ്റിൽ കാണാനല്ല, നന്നായി കാണുക. വെൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയും ഒരു അർത്ഥമുണ്ട്.